ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫ അറസ്റ്റിലായി. ഇന്ന് വടകരയിൽ ബന്ധുവീട്ടിൽ നിന്നാണ് റീൽ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചു എന്ന കേസിൽ ഷിംജിത മുസ്തഫ അറസ്റ്റിലായിരിക്കുന്നത്. പ്രതിയെ പിന്നീട് കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കി കോടതി ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഇതാ കണ്ടോളൂ. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷിംജിത മുസ്തഫയെ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് അന്വേഷണ സംഘം പിടികൂടിയത്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തി. മുഖം മറച്ച് സ്വകാര്യ വാഹനത്തിൽ എത്തിച്ചായിരുന്നു വൈദ്യപരിശോധന. പിന്നീട് കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. പോലീസ് വാഹനത്തിലാണ് പ്രതിയെ കോടതിയിലെത്തിച്ചത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത പ്രതിയെ മഞ്ചേരി വനിതാ സബ് ജയിലിലേക്ക് മാറ്റി. 2 ദിവസത്തിനകം ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കി. ഷിംജിത അറസ്റ്റിലായതിൽ സന്തോഷമുണ്ടെന്നും പ്രതിക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണമെന്നും ദീപകിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. എനിക്ക് എന്റെ ഭർത്താവിന് വന്ന വിധി ഇനി ലോകത്തിൽ ഒരച്ഛനമ്മക്ക് വരാൻ പാടില്ല. എനിക്ക് അതാണ് എൻ്റെ ആഗ്രഹം. അവളെ പിടിച്ച് അതിന് തക്ക ഇത് കൊടുക്കണം. ഇവിടെ ഒരിക്കലും പുറത്തിറക്കാൻ പാടില്ല. അവളെ കിട്ടിയിട്ട് നല്ല ഇതിൽ ഓരോ ശിക്ഷ അനുഭവിക്കണം. ഈ ഇതിൽ തന്നെ ഓളെ കഠിന ശിക്ഷ കൊടുത്തിട്ട് ഓളെ ലോകപ്പിലാക്കണം. അവളെ ഒരിക്കലും ജയിലിൽ നിന്ന് വിടാൻ പാടില്ല. പ്രതിക്ക് പോലീസ് വഴിവിട്ട സഹായങ്ങൾ നൽകുന്നു എന്നാരോപിച്ച് BJP പ്രവർത്തകർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ കൊലക്ക് കൊടുത്ത കൊലയാളിയെ തുടക്കം മുതൽ FIR രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ സംരക്ഷിക്കാനുള്ള പരിശ്രമമുണ്ട്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.